അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദർസുൽ മിഷ്കാത്ത് കോളേജുകളിലും പള്ളി ദർസുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മിഷ്കാത്ത് എന്ന കിതാബിന്റെ ദർസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. കിതാബ് റിഖാഖ് എന്ന കിതാബിലെ ഹദീസുകളാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ 8ാമത്തെ ഹദീസ്, കിതാബ് റിഖാഖ് എന്ന കിതാബിലെ 8ാമത്തെ ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച്, വിദ്യാർത്ഥിനികളായ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സാധാരണക്കാരായ ആളുകൾക്കുമൊക്കെ ഹദീസ് മനസ്സിലാക്കുന്നതിന് ഉപകാരപ്പെടും എന്ന് കരുതുകയാണ്. ഇതിന്റെ 1ഉം 2ഉം ഭാഗങ്ങൾ മുമ്പ് വന്നു പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إن مما أخاف عليكم بعدي ما يفتح عليكم من زهرة الدنيا وزينتها. فقال رجل: يا رسول الله، أويأتي الخير بالشر؟ فسكت حتى ظننا أنه ينظر عليه. قال راوي: فمسح عنه وقال: أين السائل؟ فقال: إنه لا يأتي الخير بالشر، لكن يكون الخير سببا للشر. وإن مما ينبت الربيع ما يقتل حبطا أو يلم إلا آكلة الخضر أكلت حتى امتدت خاصرتها، استقبلت عين الشمس فثلطت وبالت ثم عادت فأكلت. وإن هذا المال خضرة حلوة، فمن أخذه بحقه ووضعه في حقه فنعم المعونة هو، ومن أخذه بغير حقه كان كالذي يأكل ولا يشبع ويكون شهيدا عليه يوم القيامة. ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഹദീസ്. ഈ ഒരു ഹദീസ് പഠിക്കുകയാണ് ഈ ഒരു ദർസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്ന മിമ്മാ ഖാഫു അലൈക്കും ബഅദി, എന്റെ വഫാത്തിന് ശേഷം തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ, ദുനിയാവിന്റെ ഇഹലോകത്തിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നതിനാലുള്ള ഒരു ഫിത്നയെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്നി അഖാഫു അലൈക്കും അന്ന കസറത അംവാലിക്കും തംനഉക്കും മിനൽ അഅമാലി സ്വാലിഹ വതുസ്ഗിലുക്കും അനിൽ ഉലൂമിൻ നാഫിഅ എന്ന
അതായത് നിങ്ങളുടെ സമ്പത്ത്, ധനം വർദ്ധിക്കുക എന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അത് നിങ്ങളെ സ്വാലിഹായ അമലുകളെ തൊട്ട് തടയും. മാത്രമല്ല നാഫിയായ അറിവിനെ തൊട്ടും അത് നിങ്ങളെ തടയും. ഇതാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവയത്തിൽ ഖൈറു ബിശ്ശരി, ഖൈർ കൊണ്ട് ഷർറുണ്ടാകുമോ എന്നാണ് ചോദ്യം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഗനീമത്ത് യുദ്ധം ചെയ്തുകൊണ്ട് ഗനീമത്ത് സ്വത്ത് കിട്ടുക, അതുപോലെ ധനമുണ്ടാവുക എന്നതൊക്കെ ലനാ ഖൈറുൻ, അതൊക്കെ ഞങ്ങൾക്ക് ഖൈറല്ലയോ? വലയകൂന ദാലികൽ ഖൈറു സബബൻ ലിശ്ശരി, ഈ ഇങ്ങനെയുള്ള ഈ ഖൈർ പിന്നെ ഷർറിന് കാരണമാകുമോ എന്നാണ് സദസ്സിൽപ്പെട്ട ആ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചത്. ഫസക്കത്ത, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാതെ മൗനം പാലിച്ചു. ഹത്താ ളനന്ന അന്നഹു യുൻസലു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിയായ ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപിക്കുകയില്ല. മൗനം പാലിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ഭാവിച്ചു, ഞങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇപ്പോൾ വഹി ഇറങ്ങും എന്ന്, ഇറക്കപ്പെടുമെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദുൽ ഖുദരി എന്നവര് പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്തിൽ നിന്ന് അതിശക്തിയായ വിയർപ്പിനെ തുടച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു വിയർപ്പാണ്, അതിശക്തിയായ വിയർപ്പാണ്, ശരീരത്തിനെ കഴുകിക്കളയുന്ന രീതിയിലുള്ള. അത് തുടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വകാന ഐന സാഇൽ, എവിടെയാണ് നേരത്തെ ആ ചോദിച്ച വ്യക്തി? ഫകഅന്നഹു ഹമിദഹു എന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെയാണ് നേരത്തെ ചോദിച്ച ആള് എന്ന് ചോദിക്കുന്നത് ആ ചോദ്യക്കാരനെ, ചോദിച്ച ആളെ പ്രശംസിച്ചുകൊണ്ടാണ്. നല്ല ചോദ്യമാണ്, അയാൾ എവിടെ? ഫഖാല ഇന്നഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും കാര്യം. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും കാര്യം, ലാ യഅതിൽ ഖൈറു ബിശ്ശരി, ഖൈർ ഷർറിനെ യഥാർത്ഥത്തിൽ കൊണ്ടുവരികയില്ല. കാരണം ഖൈറും ഷർറും പരസ്പരം എതിരാണ്. പക്ഷേ ലാകിൻ യകൂനുൽ ഖൈറു സബബൻ ലിശ്ശർരി, ചിലപ്പോൾ ഖൈർ ഷർറിന് കാരണമായി വരും. ഇത് പറഞ്ഞതിന് ശേഷം സദസ്സിലുള്ളവർക്ക് തിരിയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്ന മിമ്മാ യുംബിതു റബീഉ മാ യഖ്തുലു ഹബത, റബീഉ കാലം, വല്ല വസന്തകാലം, മഴയുള്ള ആ സമയം, ആ സമയത്ത് മുളക്കുന്ന പല ചെടികളുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഹബത്ത്. വയറു വീർത്തുകൊണ്ട് അത് തിന്ന മൃഗങ്ങളെ, അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് മുളച്ചുണ്ടാകും. അല്ലെങ്കിൽ വയറു വീർത്ത് ജീവൻ നഷ്ടപ്പെടാൻ അടുത്താകും, പക്ഷേ നഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴ വർഷിച്ചത് കാരണം മുളച്ചുണ്ടാകുന്ന നല്ല പുല്ലുകളുടെ കൂട്ടത്തിൽ മുളച്ചുണ്ടാകും. ഇവിടെ ഒരർത്ഥം ഇതാണ്. മറ്റൊന്ന്, അമിതമായി ഭക്ഷിക്കുമ്പോൾ, മഴ കാരണം പെയ്ത പുല്ലുകളെ തന്നെ അമിതമായി ഭക്ഷിക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ
ദഹനത്തിന്റെ അപ്പുറമായി വയറ് വീർക്കുകയും അത് ആ മൃഗത്തിന് നാശമാവുകയും ചെയ്യും. ഇല്ല അഖിലത്തൽ ഖളിരി, മഴ പെയ്തുകൊണ്ട് മുളച്ചുണ്ടായ നല്ല പച്ചപ്പുല്ല് അക്കലത്ത് അത് ഭക്ഷിച്ചു. അങ്ങനെ ആ മൃഗത്തിന്റെ വയറിന്റെ രണ്ട് ഭാഗത്തേക്ക് പൊന്തി വന്നപ്പോൾ, അപ്പോൾ വയറ് നിറഞ്ഞപ്പോൾ അതിന്റെ വിശപ്പ് മാറിയപ്പോൾ സൂര്യന്റെ ഭാഗത്തേക്ക് അത് പോയി നിന്നു വെയിൽ കൊള്ളാൻ. എന്നിട്ട് അത് കാഷ്ടിച്ചു, അത് മൂത്രിച്ചു. വീണ്ടും അത് തിരിച്ചു വന്നു, വീണ്ടും തിന്നു. എന്നാൽ ആ മൃഗത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. ഇതേ പ്രകാരം ഈ മാല് ധനം എന്ന് പറഞ്ഞത് അത് ഖൈറാണെങ്കിലും അത് പച്ച പിടിച്ചതും ഹുൽവത്തുൻ മാധുര്യമുള്ളതാണ്. അഥവാ ആളുകളെ ആകർഷിക്കുന്ന സാധനമാണ് സമ്പത്ത്, സ്വത്ത് എന്നത്. അപ്പോൾ സമ്പത്തിനെ അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരാൾ സമ്പാദിച്ചാൽ, എന്നിട്ട് അതിനെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്താലെന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്താൽ അള്ളാഹുവിനുള്ള ആരാധനയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ല സാധനം ആണ് സമ്പത്ത്. എന്നാൽ ഹലാലല്ലാത്ത മാർഗത്തിലൂടെ, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പത്തിനെ ഒരാൾ സമ്പാദിച്ചാൽ അവൻ ഒരുത്തനെ പോലെയാകും. അവൻ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പ് മാറുന്നു. മാത്രമല്ല വയക്കൂനു, ആ സമ്പത്താകും ഷഹീദൻ അലൈഹി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ മേലിൽ കേടായിട്ട് സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ദർസിലെ നമ്മുടെ ചർച്ചാ വിഷയം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 4-ാമത്തെ ഭാഗം കിതാബുൽ റിഖാഖിലെ 9-ാമത്തെ ഹദീസ് മുതൽ അടുത്ത ദർസിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പുണ്യമായ അമലായി സ്വീകരിക്കട്ടെ. ഇതിന്റെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമുക്ക് ഈ അറിവുകൾ പഠിപ്പിച്ച ഉസ്താദുമാരിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ അതുപോലെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ മക്കൾ, അതുപോലെ അവരുടെ മാതാപിതാക്കൾ, അങ്ങനെയുള്ള പലരുമുണ്ട്. അവരുടെയൊക്കെ അർവാഹിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ മുഴുവൻ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഇതിന്റെയൊക്കെ പ്രതിഫലം നൽകട്ടെ. നമ്മയും അവരെയും ഒക്കെ അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.